അങ്ങ് മനസ്സിലായെന്ന് പറയും, ഇത് നമ്മുടെ സെൻട്രൽ ന്യൂസ് ഡെസ്ക് ആണ്. ഇവിടെ നിന്നാണ് നമ്മൾ വാർത്തകളെ നിയന്ത്രിക്കുന്നത്. അങ്ങ് അവിടെ നിന്ന് എടുത്ത തീരുമാനങ്ങളൊക്കെ നമ്മുടെ ഈ വാർത്താമുറിയിൽ നിന്നാണ് കരുതി. ഇതൊരു വാർത്താമുറിയാണ്. ഒരു വാർത്താമുറിയിൽ നിന്ന് പോകുന്ന ആദ്യത്തെ അഭിമുഖവും അങ്ങുമായിട്ടാണ്. പല പല ക്രെഡിറ്റുകൾ ഇപ്പോൾ വരിക. ഈ ന്യൂസ് ഡെസ്കിൽ ന്യൂസ് റിലേ ചെയ്യുന്നതോടെ ന്യൂസ് സൃഷ്ടിക്കാറുണ്ടോ? സൃഷ്ടിക്കരുതെന്നാണ് ആഗ്രഹം. വരുന്ന വാർത്തകളെ നമ്മൾ എഡിറ്റോറിയൽ കമന്റ് ഇല്ലാതെ അപഗ്രഥിച്ച് വിടണമെന്നൊക്കെയാണ് ആഗ്രഹം. പിന്നെ ഇവിടെ കുറേ ഭീകരന്മാരുണ്ട്, അങ്ങേക്കറിയില്ല. പി ജെയിംസ് പോലെ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്തൊക്കെ ചെയ്യും നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ബാക്ക് ടു അങ്ങ് പറയും. നമ്മൾ ഈ ത്രിമൂർത്തികളിൽ സൃഷ്ടിസ്ഥിതി സംഹാരം അതെ ഉണ്ടായിരുന്നു. ഇപ്പം അത് മീഡിയയുടെ ഇല്ല. സൃഷ്ടിസ്ഥിതി സംഹാരം 3 അത് തന്നെ ചെയ്യുന്നില്ലേ. മാത്രമല്ല ഈ വളരെ മീഡിയ കോൺഷ്യസ് ആയിട്ടുള്ളൊരു ജനതയാണ്. മാത്രമല്ല അവർക്ക് ഈ സോഷ്യൽ മീഡിയ ഒറ്റയ്ക്ക് പ്രക്ഷേപിക്കാൻ വരുന്ന കാലമാണല്ലോ. വാർത്തകളെ സംസ്കരിക്കാനേ പറ്റത്തില്ല. ഒരാൾ തെറ്റായ രീതി കൊടുത്താലും അടുത്ത ആൾ ശരിയായിട്ട് വാർത്ത ഉണ്ട്. പിന്നെ നല്ല ഫൈറ്റാണ് വാർത്താ ചാനലുകളിൽ തമ്മിൽ നല്ല കോമ്പറ്റീഷൻ. അങ്ങ് ബംഗാളിൽ നിന്ന് നോക്കുന്നുണ്ടാവുമല്ലോ. അതിലല്ല ഞാൻ വീണ്ടും അവിടേക്ക് വരികയാണ്. ഈ ശരിക്കും ഈ നമ്മുടെ അവിടുത്തെ ബംഗാൾ ഭരണകൂടം, ഇപ്പോൾ മമതാ ബാനർജി നേതൃത്വമുള്ള ഭരണകൂടം എപ്പോഴും ഗവർണർമാരെ കുറിച്ച് പരാതിയുണ്ട്. ഗവർണർമാരെ ആവശ്യമില്ലാത്ത ഇടപെടൽ നടന്നു. രാഷ്ട്രീയ താല്പര്യങ്ങൾ, കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി അവരുടെ ചട്ടുകുമായി ഗവർണർ മാറുന്നു. രാജ്ഭവൻ ഗൂഢാലോചനയുടെ കേന്ദ്രമാകുന്നു. ഇങ്ങനെയൊക്കെ പറയുന്ന പരാതികൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ബംഗാളിൽ തുലവും കുറവാണോ കൂടുതലാണോ? ബംഗാളിൽ ഏറിയും കുറഞ്ഞും ഉണ്ട്. ആദ്യം മമതാ ബാനർജി ഞാനിത് വളരെ നല്ല ബന്ധമായിരുന്നു. പിന്നീട് അത് കുറച്ച് വഷളാകാനുള്ള കാരണം ഞാൻ ഫീൽഡിൽ പോകാൻ തുടങ്ങി. നേരിട്ടിറങ്ങി നേരിട്ടിറങ്ങാനുള്ള കാരണം ഗവർണർക്ക് പോകാം. അതായത് ആക്റ്റീവ് ഗവർണർ, പാസീവ് ഗവർണർ, 2 സങ്കല്പങ്ങളുണ്ട്. ഞാൻ ആക്റ്റീവ് ഗവർണറുടെ ഗ്രൂപ്പിലാണ്. ഒരു കാലത്ത് പാസീവ് ഗവർണർ ആയിരുന്നു, എല്ലാത്തിൽ നിന്നും മാറി നിന്നത്. അത് ഗവർണറുടെ അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടിനെ ആശ്രയിച്ചിരിക്കും. കാരണം ജനങ്ങൾ ഭരിക്കാൻ എന്നല്ല, ഒരു ഗവർണറുടെ സത്യപ്രതിജ്ഞ അതിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഭരണഘടനയെ ഡിഫെൻഡ് ചെയ്യുക, 2 ആ സംസ്ഥാനത്തെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഞാൻ 2ാം ഭാഗത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ പറയാൻ കാരണമുണ്ട്. ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? ഗവർണർ ഔദ്യോഗികമായിട്ട് നിയമനത്തിൽ ഒപ്പിടുന്നത് പ്രസിഡന്റിനാണ്. പക്ഷേ പ്രസിഡന്റിന് ആ അധികാരം കൊടുത്ത ജനങ്ങളാണ്. അങ്ങനെ പറയാൻ കാരണമുണ്ട്. ഇന്ത്യൻ ഭരണഘടന തുടങ്ങുന്ന പ്രിയാമ്പിളിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഗിവ് ടു അവർസെൽസ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഇന്ത്യയിലെ ജനങ്ങളായ നാം നമുക്കായി നൽകുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഒരു ഗവർണറുടെ 1ാമത്തെ കർത്തവ്യം ജനങ്ങളോടായിരിക്കണം, 2ാമത്തെ കർത്തവ്യം ജനങ്ങളോടായിരിക്കണം, 3ാമത്തെ കർത്തവ്യം ജനങ്ങളോടായിരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഗവർണറുടെ ചുമതല ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക, ഗവർണർക്ക് ആക്സസിബിൾ ആകുക. അതാണ് രാജ്ഭവൻ തന്നെ അവിടെ ചെന്നപ്പോൾ ജനരാജ്ഭവനാക്കി മാറ്റി. അത് വെറും ഒരു പ്രഖ്യാപനം മാത്രമായിരുന്നില്ല, എൻ്റെ സ്വന്തം തീരുമാനമല്ല, ഞാൻ എൻ്റെ മനസ്സിലുണ്ടായ ഒരു ആശയം. അല്ല, അത് ശരിക്കും എനിക്കൊന്ന് ഒരു സ്ഥലത്തും പരീക്ഷിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് ജനകീയ രാജ്ഭവൻ എന്ന് പറയുന്നത്. അല്ല, എൻ്റെ മോഡസ് ഓപ്പറൻഡി എങ്ങനെയാണ്? ജനങ്ങൾക്ക് പെർമിഷൻ ഉണ്ടോ അവിടെ? ഉണ്ട്. അതായത് രാഷ്ട്രപതിയോട് ഇത് സംസാരിച്ചു. ഇത് രാജ്ഭവൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് രാജിൻ്റെ പ്രതീകമാണ്. അതെ അതെ അതെ. ആർക്കും കയറാൻ വയ്യ, ഒരു ദുർഗം പോലെ മാറ്റി വെച്ചു. അതെ, അത് മാറ്റി ജനരാജ്ഭവനാക്കി മാറ്റണം. അത് ഉദ്ഘാടനം ചെയ്തത്, ഔപചാരികമായി ചെയ്തത് ഇന്ത്യൻ പ്രസിഡന്റ് തന്നെയാണ്. പ്രസിഡന്റിനെ കൊണ്ട് ഇതിൻ്റെ ഒരു ഔപചാരികമായിട്ട് ഒരു താക്കോല്, പ്രതീകാത്മകമായ ഒരു താക്കോല് തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി മമതാ ബാനർജി ലക്ഷ്യം വയ്ക്കുന്നത് എന്താ? ഒരു ജനരാജ്ഭവൻ. കാരണം അങ്ങ് പറഞ്ഞ പോലെ ബ്രിട്ടീഷ് കാലത്തിൻ്റെ അവശേഷിക്കുന്ന ഒരു സാധനമാണ് ഇങ്ങനെയുള്ള അടച്ചുമൂടിയ രാജ്ഭവൻ എന്ന് പറയുന്നത്. അത് തുറന്നു വയ്ക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. പക്ഷേ അത് എന്താണ് അങ്ങ് അതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്? ഇപ്പം ജനങ്ങൾക്ക് അവിടെ വരാം. ഒരു കണ്ടക്ട് ടൂറുണ്ട്. പരാതിയൊക്കെ സമർപ്പിക്കാമോ? പരാതി സമർപ്പിക്കാമെന്ന് മാത്രമല്ല, ആംനെ സാമിനെ എന്നൊരു പ്രോഗ്രാമുണ്ട്. ആർക്ക് ഗവർണറെ കാണുന്നുണ്ടെങ്കിലും ഒരു ഇമെയിൽ അയച്ചാൽ 12 മണിക്കൂറിനകം കാണാൻ പറ്റും ആംനെ സാമിനെ. പിന്നെ ഈ പീസ് റൂം തുറന്നു, ആംനെ സാമിനെ നേർക്ക് നേർ എന്ന് പറയും, ആംനെ സാമിനെ. അതിൽ ധാരാളം പേര് വന്ന് കാണാം, ദിവസവും വന്ന് കാണാറുണ്ട്. 2 ഗവർണർ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാറുണ്ട്. ഈ ഫീൽഡ് വിസിറ്റ്, ഗ്രൗണ്ട് സീറോ ഗവർണർ എന്നാണ് പത്രങ്ങൾ ഇപ്പോൾ വിളിക്കുന്നത്. ഏത് പ്രശ്നം ഉണ്ടായാലും ഞാനിവിടെ പോകാൻ ശ്രമിക്കാറുണ്ട്. ഒരു ഉദാഹരണത്തിന്, ഒരിക്കൽ ഞാൻ സ്വിമ്മിംഗ് പൂളിൽ, രാജ്ഭവനിൽ സ്വിമ്മിംഗ് പൂളിൽ ഉള്ള സമയത്ത് ആരോ പറഞ്ഞു തീ കത്തുന്നു. രാജ്ഭവൻ്റെ വെളിയിൽ ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിന് തീ പിടിച്ചു. ഞാനവിടെ ചെന്നപ്പോൾ ഒരു ഫയർ എഞ്ചിൻ മാത്രമേ ഉള്ളൂ. അപകടമാണെന്ന് എനിക്ക് മനസ്സിലായി. അവിടെ നിന്ന് ഞാനതിന് ചുമതല ഏറ്റെടുത്തു. ഫയർ എഞ്ചിനുകൾ വരുത്തി
2 മണിക്കൂർ കൊണ്ടാവും തീ അണയ്ക്കാൻ കഴിഞ്ഞു, മറ്റു സ്ഥലങ്ങളിലേക്ക് പടർന്ന് പിടിക്കാതെ. അതുപോലെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പലരും വിളിച്ചു പറഞ്ഞു ഇവിടെ ബോംബെറിയാൻ ആൾ വന്ന് നിൽക്കുന്നു, അക്രമമാണ്, അവിടെയൊക്കെ ഞാൻ പോകാൻ തുടങ്ങി. അവിടെ നേരിട്ട് പോകും. അല്ലെ സുരക്ഷാ സേനയുടെ വിലക്കില്ലേ അങ്ങ്? സുരക്ഷാ ഭടന്മാരുണ്ട് കൂടെ. അവർ വിലക്കത്തില്ലെന്ന് ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകാൻ. അതൊക്കെ വിലക്കും. ഗവർണറുടെ ആരോഗ്യം അവരുടെ കയ്യിലാണല്ലോ. പക്ഷേ അത് ഞാൻ വഹിക്കാറില്ലായിരുന്നു. കാരണം ജനങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഒരു ഗവർണർ അവിടെ വേണം. അതിൻ്റെ പ്രയോജനം കിട്ടിയത്. അതുകൊണ്ട് 100 കണക്കിന് സ്ഥലത്ത് ഞാൻ പോയി. അക്രമം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലത്ത് പോയി. അക്രമം ഉണ്ടായതിനു ശേഷം ആശുപത്രി കിടക്കുന്നവരെ കാണാൻ പോയി. താവളങ്ങളിൽ ചില സ്ഥലത്തൊക്കെ പോയെന്ന് വലിയ അപകടമല്ലേ അത്? സന്ദേശം അങ്ങ് നാട്ടിൽ കണ്ടു പരിചയിച്ചല്ല ഇവിടെ കൊച്ചു പിച്ചാത്തിയായിട്ട് നടക്കുന്ന ലോക്കൽ കവലച്ചട്ടമ്പികളായിരിക്കുമല്ലോ. അവിടെ അതുമല്ല പറഞ്ഞാൽ ചെയ്യുന്നവരില്ലേ? ഈ ചട്ടമ്പികൾക്ക് ഒരു ഗുണമുണ്ട്. ഒരു വലിയ ചട്ടമ്പിയെ കണ്ട് അവരോടി പോകും. അതാണ്